എല്ലാവർക്കും നമസ്കാരം. DNA ഉപയോഗിച്ച് ഡാറ്റ സംഭരിക്കുന്ന സാങ്കേതികവിദ്യയിൽ eDNA സ്റ്റോറേജ് വളരെ ആവേശകരമായ ഒരു മേഖലയായി മാറിയിരിക്കുന്നു. നിലവിൽ ഉപയോഗിക്കുന്ന ഡാറ്റാ സെന്ററുകൾക്ക് ഒരു ബദലായി eDNA സാങ്കേതികവിദ്യ ഒരു ബദലായിരിക്കുന്നതിൽ സംശയമില്ല. ഇതിൻ്റെ വിപണി മൂല്യം 2030 വർഷത്തിൽ $2.3 മില്യൺ നിന്നും $3.33 മില്യൺ വാണിജ്യ രംഗത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിനെ ഭാവിയിൽ ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കുകയും അതിൽ നിന്ന് പ്രയോജനം നേടുകയും ചെയ്യും. ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് കാണാം. DNA-യിലേക്കുള്ള സിലിക്കൺ മനുഷ്യ പരിണാമത്തിലെ അടുത്ത ഘട്ടം. സിലിക്കൺ മുതൽ DNA വരെ. ഭാവിയിൽ ഡാറ്റാ സംഭരണം സിലിക്കൺ ചിപ്പുകളിൽ നിന്ന് നമ്മുടെ ജൈവ DNA-യിലേക്ക് പൂർണ്ണമായും മാറും. ഹാർഡ് ഡിസ്കുകളും ചിപ്പുകളും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതൽ വൈദ്യുതി ഉപഭോഗം ചെയ്യുകയും ഒരു ദശാബ്ദത്തിനുള്ളിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനോടുള്ള പ്രതികരണമായി ഹാർവാർഡ് സർവകലാശാലയെ ജോർജ് ചർച്ച് പോലുള്ള ശാസ്ത്രജ്ഞർ DNA യിൽ ഡിജിറ്റൽ വിവരങ്ങൾ സംഭരിക്കുന്നതിനുള്ള വിപ്ലവകരമായ സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. 2012 ജോർജ് ചർച്ചിന്റെ സംഘം 52,000 വാക്കുകളുള്ള ഒരു പുസ്തകവും 11 ചിത്രങ്ങളും ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമും ഡാറ്റയാക്കി DNA-യിൽ അപ്ലോഡ് ചെയ്ത് വിജയകരമായി പരിവർത്തനം ചെയ്തു. ഞങ്ങളുടെ എല്ലാ കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും വിവരങ്ങൾ സംഭരിക്കാൻ 0, 1 എന്നീ അക്കങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതിന് ബൈനറി എന്ന് വിളിക്കുന്നു. എന്നാൽ DNA എന്ന് വിളിക്കപ്പെടുന്ന പ്രകൃതിയുടെ അത്ഭുതകരമായ പ്രകൃതിദത്ത ഹാർഡ് ഡ്രൈവ് നമ്മുടെ ശരീരത്തിന്റെ വിവരങ്ങൾ സംഭരിക്കുന്നു.